പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഈ പ്രഭാതത്തിലും എഴുന്നേറ്റ് നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ ലഭിക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾ നാം താഴ്വരകളെക്കുറിച്ച് പഠിക്കുകയും ധാരാളം പ്രിയപ്പെട്ടവർ എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസമായി നാം കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ 3-ാമത്തെ എപ്പിസോഡിൽ നാം എത്തപ്പെട്ട് നിൽക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ വസ്തുതകൾ അത് ദൈവവചനാടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് ദുരുപദേശങ്ങൾ, വ്യത്യസ്തമായ ആശയങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലുണ്ട്. എങ്കിലും ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിയോഗത്തോടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചില മിനിറ്റുകൾ ദൈവത്തിൻ്റെ ആ പ്രത്യേകമായ കാര്യപരിപാടിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ചിട്ടുള്ള ഒരു കൂദാശയാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ തിരുശരീരത്തെ 3 നിലകളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒന്ന്, സ്ഥൂല ശരീരം, അതിനെ ദൃശ്യശരീരം, സോമാറ്റിക് ബോഡി എന്ന് പറയും. മറ്റൊന്ന് ആത്മീയ ശരീരമാണ്, സ്പിരിച്വൽ ബോഡിയാണ്. മൂന്നാമത്തത് രൂപക അഥവാ സദൃശ്യ ശരീരം, സിംബോളിക്കൽ ബോഡിയാണ്, ശരീരമാണ്. ഈ സാദൃശ്യ ശരീരമാണ് ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടിവരവുകളിൽ നാം മുറിക്കുന്ന അപ്പം. എന്നാൽ അത് വസ്തുമാറ്റം സംഭവിക്കുന്നു എന്ന ഒരു ഉപദേശം നമ്മുടെ നടുവിലുണ്ട്. അത് തെറ്റാണ്. ഇവിടെ കർത്താവായ യേശുവിൻ്റെ ശരീരത്തെ വിവേചിക്കൽ എന്നതിന് 2 നിലയിലുള്ള അർത്ഥം നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഒന്ന്, തൻ്റെ സ്ഥൂല ശരീരം, അതായത് ദൃശ്യശരീരം, സോമാറ്റിക് ബോഡി. ആ ശരീരം നമ്മുടെ പാപം ചുമന്നുകൊണ്ട് നമുക്കായി നുറുങ്ങിയ ശരീരമാണ്. അതാണ് 1 കൊരിന്ത്യർ 11:24 ദിസ് ഈസ് മൈ ബോഡി വിച്ച് ഈസ് ബ്രോക്കൺ ഫോർ യു. കർത്താവിൻ്റെ ശരീരം എന്തിനു വേണ്ടി നുറുങ്ങി എന്ന് നാം വിവേചിച്ചറിയാതെ തിരുവത്താഴത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നവർക്കെതിരെയുള്ള ഒരു താക്കീതാണ്. പലപ്പോഴും കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ നാം വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ശരീരം അതെന്തിനു വേണ്ടിയിട്ടാണ് തകർക്കപ്പെട്ടത് എന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഓരോ സന്ദർഭങ്ങളിലും നാം കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ അടുത്ത് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ ഒരു സത്യം, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്കായി തകർക്കപ്പെട്ട ഒരവസ്ഥ. ഈ നുറുക്കപ്പെട്ട, ഈ തകർക്കപ്പെട്ട ഈ ശരീരം, ഈ ശരീരത്തിൽ നിന്നാണ് തൻ്റെ സഭ അല്ലെങ്കിൽ ദൈവസഭ സമ്പാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ
ഒരു നുറുക്കപ്പെട്ട ശരീരത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മളിതിൻ്റെ അകത്ത് കാണുന്നു. ഒന്ന് സൊമാറ്റിക് ബോഡിയാണ്, 2 സ്പിരിച്വൽ ബോഡിയാണ്, 3 സിംബോളിക്കൽ ബോഡിയാണ്. അങ്ങനെ അബദ്ധോപദേശങ്ങളുടെ ഇളകിമറിയുന്ന ഓരോ വിഭാഗത്തിൻ്റെയും പിറകിൽ ചെന്നിരുന്ന് അപ്പം മുറിക്കുന്ന അവർക്കെതിരെയുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുന്നത്. പ്രിയരെ, നമ്മൾ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അകത്ത് ഭാഗവാക്കാകുവാൻ വരുമ്പോൾ നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ 5 മതക്കോടതികൾ 6 പ്രാവശ്യം വിസ്തരിച്ചു. 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഈ നീതിമാനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് വിധികർത്താക്കളെല്ലാം ഒരേ സ്വരത്തിൽ വിധി എഴുതി. പക്ഷേ എങ്കിലും നമ്മുടെ കർത്താവിനെ യഹൂദ പരീശന്മാർ ക്രൂശിച്ചു. അവൻ്റെ പുറമെല്ലാം ഉഴവുചാലുപോലെ കീറപ്പെട്ടു. അവൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം അണിയിക്കപ്പെട്ടു. അവൻ്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടു. അവൻ്റെ വസ്ത്രം ചീട്ടിട്ടു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വികൃതമാക്കി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തെ രോമമെല്ലാം നാണയത്തുട്ടുകൾ കൊണ്ട് പറിച്ചെടുത്തു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തവർ കാർക്കിച്ചു തുപ്പി. ചാട്ടവാറുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ശക്തമായി അടിച്ചു. ഭാരമേറിയ പച്ച പൈമര കുരിശും ചുമന്നുകൊണ്ട് കർത്താവ് ഗൊൽഗോത്തയിലേക്ക് നടന്നു നീങ്ങി. കല്ലുകളും മുള്ളുകളും കൊണ്ട് വാരി വിതറപ്പെട്ട ആ പരന്ന പ്രതലത്തിൽ കൂടെ കർത്താവ് തൻ്റെ ക്രൂശെടുത്ത് ഗൊൽഗോത്തയിലേക്ക് യാത്രയായത് മറ്റൊന്നിനും വേണ്ടിയിട്ടായിരുന്നില്ല, നമ്മുടെയൊക്കെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. അതെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രൂപഗുണമില്ലാതായത് നമ്മുടെ രൂപം വികൃതമായി പോയതിനെ ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവായ യേശുക്രിസ്തു പാപത്തെ ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് നടന്നു നീങ്ങിയത് നമ്മുടെ പാപത്തെ ഒഴിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിനകത്തേക്ക് കോറിയിടട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ട ആ ശരീരം, തൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുക്കപ്പെട്ട രക്തവും അനേകരുടെ പാപങ്ങളുടെ മോചനത്തിന് കാരണമായെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളിൽ ആരെങ്കിലും പാപത്തിന് അധീനരായി ലോകസ്നേഹിയായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളെയും യേശുവിൻ്റെ രക്തം മാടി വിളിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.